Hi everyone, welcome to my accountancy class part 5. Last class we discussed about what is capital receipt, what is capital payments. In this class I would like to explain what is revenue receipt and revenue payments. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത് ക്യാപിറ്റൽ റെസീറ്റ് എന്താണ്, ക്യാപിറ്റൽ പേയ്മെൻറ്റ് എന്താണ് എന്നതിനെക്കുറിച്ചായിരുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റവന്യൂ റെസീറ്റ് എന്താണ്, റവന്യൂ പേയ്മെൻറ്റ് എന്താണ് എന്നതിനെക്കുറിച്ചാണ്. ബിക്കോസ് ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ റെസ്ട്രിക്റ്റഡ് ഓൺലി റവന്യൂ ഐറ്റം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ ഐറ്റം മാത്രമാണ് എടുക്കുകയുള്ളൂ, റവന്യൂ റെസീറ്റും റവന്യൂ പേയ്മെൻറ്റും. അപ്പോൾ നമുക്ക് എന്താണ് റവന്യൂ റെസീറ്റ്, എന്താണ് റവന്യൂ പേയ്മെൻറ്റ് എന്ന് നോക്കാം. വി ഓൾറെഡി നോ receipts can be classified into two. What are that? Capital receipt and revenue receipt. Then payments also classified into two. What are that? Capital payment and revenue payment. ഈ ക്ലാസ്സിൽ നമുക്ക് റവന്യൂ റെസീറ്റ് എന്താണ്, റവന്യൂ പേയ്മെൻറ്റ് എന്താണ് നോക്കാം. വാട്ട് ഈസ് റവന്യൂ റെസീറ്റ്, വാട്ട് ഈസ് റവന്യൂ പേയ്മെൻറ്റ്, വി ക്യാൻ ഡിസ്കസ്. ലെറ്റ് us start. Revenue receipt. These are the amount received by the organization on a recurring nature. That is called revenue receipt. റവന്യൂ റെസീറ്റ് എന്ന് പറയുന്നത് സ്ഥാപനത്തിന് ഡെയിലി, വീക്കിലി, മന്ത്ലി, ഇയർലി കിട്ടിക്കൊണ്ടിരിക്കുന്ന റെസീറ്റിനെ പറയുന്ന പേരാണ് റവന്യൂ റെസീറ്റ്. അഥവാ ആവർത്തന സ്വഭാവമുള്ള റെസീറ്റുകളെ പറയുന്ന പേരാണ് റവന്യൂ റെസീറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയാം: സബ്സ്ക്രിപ്ഷൻ, ജനറൽ ഡൊണേഷൻ, എൻട്രൻസ് ഫീ ഓർ അഡ്മിഷൻ ഫീ, ഇൻട്രസ്റ്റ് ഓൺ ഫിക്സ്ഡ് അസറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് അഡ്വാൻസ്ഡ്, ഹോൾ റെൻറ്റ്, ലോക്കർ റെൻറ്റ്, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ. ഇങ്ങനെ തുടങ്ങിയ സ്ഥാപനത്തിന് ഡെയിലി, വീക്കിലി, മന്ത്ലി, ഇയർലി കിട്ടിക്കൊണ്ടിരിക്കുന്ന റെസീറ്റുകൾ നമുക്കെല്ലാം എന്ത് പറയാം? റവന്യൂ റെസീറ്റ് എന്ന് പറയാം. എക്സാമ്പിൾ നമുക്ക് ആദ്യത്തെ എടുക്കാം, സബ്സ്ക്രിപ്ഷൻ എടുക്കാം. വാട്ട് ഈസ് സബ്സ്ക്രിപ്ഷൻ? Subscription, it is the membership fee collected by the members annually, monthly or annually. That is called subscription. It is a recurring nature. It is a recurring nature. It is the main source of a non-profit organization. It is treated as a revenue receipt. It is a membership fee collected from the members monthly or annually. മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മന്ത്ലി, മാസമായിട്ടോ വാർഷികമായിട്ടോ നമ്മൾ കളക്ട് ചെയ്യുന്ന വരിസംഖ്യ പറയുന്ന പേരാണത് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. എല്ലാ ക്ലബ്ബാണെങ്കിൽ അതിന് വരിസംഖ്യ ഉണ്ടായിരിക്കും. മറ്റ് ഏത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിലും, പ്രധാനപ്പെട്ട നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെല്ലാം എന്തുണ്ടായിരിക്കും? വരിസംഖ്യ ഉണ്ടായിരിക്കും. ക്ലബ്ബ്, അമ്പലം, പള്ളി പോലത്തെ സംഭവങ്ങൾക്ക് നമ്മൾ സാധാരണ വരിസംഖ്യ ഇടാറുണ്ട്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് വരിസംഖ്യയാണ്. അത് നമ്മൾ മന്ത്ലിയാണ് സാധാരണ വാങ്ങിക്കാറ്. ക്ലബ്ബാണെങ്കിൽ മന്ത്ലി, മാസം എന്തുണ്ടാവും? മെമ്പേഴ്സിന് വരിസംഖ്യ ഉണ്ടാവും. അത് ആ ക്ലബിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻകമാണ്. ഇറ്റ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് എ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് നമ്മൾ ട്രേഡിംഗ് ഓർഗനൈസേഷനിൽ സെയിൽ എന്ന് പറയുന്ന പോലെയാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അവരുടെ മെയിൻ ഇൻകമാണ്. ഇറ്റ് ഈസ് എ റെക്കറിംഗ് നേച്ചർ. അത് റെക്കറിംഗ് നേച്ചറാണ്. ദർഫോർ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ റവന്യൂ റെസീറ്റ്. സെക്കൻഡ്, ജനറൽ ഡൊണേഷൻ. ജനറൽ ഡൊണേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പാർട്ട് 4 എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ജനറൽ ഡൊണേഷൻ, സ്പെസിഫിക് ഡൊണേഷൻ, രണ്ട് ഡൊണേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ജനറൽ ഡൊണേഷൻ റവന്യൂ റെസീറ്റ് ആണ്, സ്പെസിഫിക് ഡൊണേഷൻ ക്യാപിറ്റൽ റെസീറ്റ് ആണ്. റവന്യൂ ഡൊണേഷൻ എന്ന് പറയുന്നത് ജനറലി നമുക്ക് കിട്ടുന്ന സംഭാവനകളെ പറയുന്ന പേരാണ് ജനറൽ ഡൊണേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ റെക്കറിംഗ് നേച്ചർ. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ റവന്യൂ റെസീറ്റ്. Next, third one, entrance fee or admission fee. It is the fee collected from the members at the time of admission. Admission fee, entrance fee എന്ന് പറയുന്നത് നമ്മൾ അഡ്മിഷൻ സമയത്ത് സ്വീകരിക്കുന്ന ഫീയെ പറയുന്ന പേരാണത് അഡ്മിഷൻ ഫീസ് എന്ന് പറയുന്നത്. അത് എല്ലാ വർഷവും ക്ലബിനെ സംബന്ധിച്ചാണെങ്കിലും സ്കൂളുകളെ സംബന്ധിച്ച് എല്ലാ വർഷവും അഡ്മിഷൻ ഉണ്ടാവും. അഡ്മിഷൻ ഫീ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? റെക്കറിംഗ് നാച്ചറായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ദർഫോർ ഇറ്റ് ഈസ് എ റവന്യൂ റെസീറ്റ്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ, ജനറൽ ഡൊണേഷൻ, അഡ്മിഷൻ ഫീ ഓർ എൻട്രൻസ് ഫീ. Next, hall rent. It is the amount received as a rent from the club hall or other NPO hall. നമ്മുടെ സ്ഥാപനങ്ങൾ നമുക്ക് എന്തുണ്ടാവാം? ഹോളുകൾ ഉണ്ടാവാം. ആ ഹോളുകൾ നമ്മൾ വാടകയ്ക്ക് കൊടുത്താൽ പല ഓർഗനൈസേഷനും എന്തുണ്ട്? ഓഡിറ്റോറിയങ്ങളുണ്ട്. ആ ഓഡിറ്റോറിയം മറ്റ് ഏത് ഓഡിറ്റോറിയം ആയിക്കോട്ടെ, അങ്ങനെ ക്ലബ്ബുകളോ മറ്റ് ഓർഗനൈസേഷൻസോ NPOകളോ ആ ഓഡിറ്റോറിയം നമ്മൾ റെൻറ്റിന് കൊടുത്താൽ അതിന് കിട്ടുന്ന റെൻറ്റിനെ പറഞ്ഞ പേരാണ് ഹോൾ റെൻറ്റ് എന്ന് പറയുന്നത്. അത് നമ്മളെ സംബന്ധിച്ച് എന്താണ്? എല്ലാ മാസവും എല്ലാ ആഴ്ചകളിലും അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളിലും പല ക്ലബ്ബുകൾക്കും അവരുടെ ഹോളുകൾ റെൻറ്റിന് കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുത്തു കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് ദറ്റ് ഈസ് കോൾഡ് റവന്യൂ റെസീറ്റ് ആണ്. കാരണം അത് റെക്കറിംഗ് നാച്ചറാണ്. ദർഫോർ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ റവന്യൂ റെസീറ്റ്. ലോക്കർ റെൻറ്റ്. ഇറ്റ് ഈസ് എ എമൗണ്ട് റിസീവ്ഡ് ആസ് എ റെൻറ്റ് ഫ്രം ദ ലോക്കർ. ലോക്കറുകൾ സാധാരണ NPOകൾ അവർക്ക് ലോക്കർ, സാധാരണ ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ നമ്മൾ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ ചെന്നാൽ അവിടെ നമ്മൾ ഡ്രസ്സ് മറ്റ് നമ്മുടെ മെറ്റീരിയൽ കീപ്പ് ചെയ്യാൻ ലോക്കർ ഉപയോഗിക്കാറുണ്ട്. അതിന് നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? ചിലർ അവർ റെൻറ്റ് വാങ്ങിക്കാറുണ്ട്. പ്രത്യേകിച്ച് ചിലർ ഫ്രീ ആയിരിക്കും, ചിലർ റെൻറ്റ് വാങ്ങിക്കാറ്. അങ്ങനെ കിട്ടുന്ന റെൻറ്റുകൾ. അതുപോലെ ബാങ്കുകൾ നമ്മൾ സ്വർണ്ണം വയ്ക്കാൻ വേണ്ടി വാങ്ങിക്കാറുണ്ട് ലോക്കർ. ദറ്റ് ടൈപ്പ് ഓഫ് അങ്ങനെയുള്ള ലോക്കറിനെ പറഞ്ഞ അതൊന്നും നമുക്ക് ലോക്കറിൽ നിന്ന് റെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? റെക്കറിംഗ് നാച്ചറാണ്. ദർഫോർ ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ റവന്യൂ റെസീറ്റ്. അത് റവന്യൂ റെസീറ്റാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്.
Next one, interest on fixed asset, interest on investment, interest on loans advanced. Interest on fixed asset means it is the amount received as an interest from fixed deposit. ഫിക്സഡ് ഡെപ്പോസിറ്റ് കിട്ടുന്ന ഇൻട്രസ്റ്റ്, അതുപോലെ നമ്മൾ പുറത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് അത് മന്ത്ലി കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ നമ്മൾ ലോൺ പുറത്തേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ ഇങ്ങോട്ട് എടുത്ത ലോണല്ല, നമ്മൾ ലോൺ പുറമേക്കാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യും, പലിശ കിട്ടും, അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടും. ദാറ്റ് ഈസ് കോൾഡ് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് അഡ്വാൻസ്ഡ്. ഈ തരത്തിലുള്ള ഇൻട്രസ്റ്റുകളെല്ലാം എന്താണ്, റവന്യൂ റെസീറ്റുകളാണ്. നെക്സ്റ്റ്, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ. നമ്മൾ ഡെയിലി വരുന്ന നമ്മുടെ ന്യൂസ് പേപ്പർ വിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു വരുമാനം, ഇൻകം, that is called revenue receipt. That is a recurring nature. It is treated as a revenue receipt. These are the example of revenue receipts. Next, revenue payments. These are the payment of recurring nature. It is to be paid at regular interval. നമ്മൾ ഡെയിലി, മന്ത്ലി, അല്ലെങ്കിൽ വീക്കിലി, ഇയർലി കൊടുത്തുകൊണ്ടിരിക്കുന്ന പേയ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന പേയ്മെൻറ്റുകളെ പറയുന്ന പേരാണ് റവന്യൂ പേയ്മെൻറ്റ്. ഇറ്റ് ഈസ് ടു ബി പെയ്ഡ് അറ്റ് റെഗുലർ ഇൻ്റർവൽ. അത് റെഗുലർ ഇൻ്റർവൽ നടത്തിക്കൊണ്ടിരിക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ +1 പ്രോഫിറ്റ് ലോസ് കൊണ്ട് പഠിച്ച പേയ്മെൻറ്റ് സൈഡിൽ വരുന്ന എല്ലാ എക്സാമ്പിളും ഇതിനും എക്സാമ്പിളാണ്. സാലറീസ്, വേജസ്, ഹോണറേറിയം, റെൻറ്റ്, ടാക്സ്, അഡ്വർടൈസ്മെൻറ്റ്, ഇലക്ട്രിസിറ്റി, ഇങ്ങനെ തുടങ്ങി നമുക്ക് വരുന്ന എല്ലാ ഡെയിലി, മന്ത്ലി, ഇയർലി വന്നുകൊണ്ടിരിക്കുന്ന ഓൾ എക്സ്പെൻസ് ട്രീറ്റഡ് ആസ് എ റവന്യൂ പേയ്മെൻറ്റ്സ്. യെസ്, കഴിഞ്ഞ 2 വീഡിയോയിലായി നമ്മൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. നമ്മൾ പഠിച്ചത് ക്യാപിറ്റൽ റെസീറ്റ്, ക്യാപിറ്റൽ പേയ്മെൻറ്റ്, റവന്യൂ റെസീറ്റ്, റവന്യൂ പേയ്മെൻറ്റ്. ക്യാപിറ്റൽ റെസീറ്റുകൾ ഏതൊക്കെയാണ്? സ്പെസിഫിക് ഡൊണേഷൻ, ലൈഫ് മെമ്പർഷിപ്പ് ഫീ, സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്, ലെഗസീസ്, ഗവൺമെൻറ് ഗ്രാൻറ്റ്, ദറ്റ് ഈസ് സ്പെഷ്യൽ ഗ്രാൻറ്റ് റിസീവ്ഡ് ഫ്രം ഗവൺമെൻറ്, സ്പെഷ്യൽ ഫണ്ട്, ദറ്റ് മീൻസ് ടൂർണമെൻറ്റ് ഫണ്ട്, മാച്ച് ഫണ്ട്, ദറ്റ് ടൈപ്പ് ഓഫ് ഫണ്ട്സ്, ദെൻ amount received as loan. These are the example of capital receipt. Then what are the example of capital payments? Purchase of fixed assets, construction of building, fixed deposit, investment, purchase of sports equipment, etc. Revenue receipt, revenue payment, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചത്. അതായിരിക്കാണ് റവന്യൂ റെസീറ്റ്. സബ്സ്ക്രിപ്ഷൻ ആവാം, ജനറൽ ഡൊണേഷൻ, എൻട്രൻസ് ഫീ, ഹോൾ റെന്റ്, ലോക്കർ റെന്റ്, ഇൻട്രസ്റ്റ് ഓൺ ഫിക്സ്ഡ് അസറ്റ്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ, എക്സെട്ര. റവന്യൂ പേയ്മെന്റ്സ് ഏതൊക്കെയാണ്? സാലറീസ് ആവാം, വേജസ് ആവാം, ഹോണറേറിയം, റെന്റ് പെയ്ഡ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, ടെലിഫോൺ ചാർജസ്, interest on loan or bank overdraft. This type of expense is called revenue payment. Okay, these 4 items are essential for preparing income and expenditure account. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് റവന്യൂ റെസീറ്റ്, എന്താണ് റവന്യൂ പേയ്മെൻറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് എന്താണ് ക്യാപിറ്റൽ റെസീറ്റ്, എന്താണ് ക്യാപിറ്റൽ പേയ്മെൻറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, ഹൗ ക്യാൻ വി പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു.